കമ്പുണ്ടതിനൊക്കെ. വട്ടൂരിക്കേ AP വിഭാഗം ഒന്നിച്ചിങ്ങോട്ട് ഒലിച്ചു പോകാനൊക്കെ കമ്പുണ്ട്. ഒരു പുതിയ വട്ടൂരി ഒരു വിഷയം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കണം. ഒരു പുതിയ വട്ടൂരിയാണ്. നൗഷാദ് ഹസനിയുടെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് AP സുന്നികൾ. ഈ ചങ്ങായി ഏത് ലോകത്താ ജീവിക്കണത് തന്നെ ആവും. നൗഷാദ് ഹസനിയുടെ ചെറിയ ട്രീറ്റ്മെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? AP വിഭാഗം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഓൻ്റെ എന്താ എവിടെ ഏത് കാലത്താ ജീവിക്കണപ്പോൾ? ഏത് ലോകത്താ ജീവിക്കണത്? എടോ, ഇവൻ പറയും നൗഷാദ് ഹസനി എന്ന് പറഞ്ഞാൽ ഈ നൗഷാദ് കാട്ടുവാൾ കള്ളം പറയലോടുകൂടെ AP വിഭാഗം ഒന്നുകൂടി ജീവൻ വെച്ചേക്കാം. ഇതെന്താ കരുതിയത്? ഇതുപോലത്തെ കാട്ടുകള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കാണലോടുകൂടെ എല്ലാവരും ഒന്ന് കുടഞ്ഞ് എഴുന്നേറ്റിക്കാണ്. അത് മനസ്സിലാക്ക്. ഏതായാലും എവിടെയും ഗത്യന്തരമില്ലാതെ ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ ഇവൻ്റെ കണക്കൂട്ടലൊക്കെ ഭയങ്കരമാണല്ലോ. എവിടെയൊരു ഗത്യന്തരമില്ലാതെ ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണെന്ന് പറഞ്ഞത്. അതൊക്കെ ഒരു വട്ടൂരികളെ കയ്യേ എൻ്റെ അടുത്ത് പേച്ചത്. അതെനിക്ക് ടീമിനെ പേച്ച. അത് വട്ടൂരികളാണ് ഈ ആകപ്പാടെ കരിമ്പും തോട്ടത്തേക്ക് കാട്ടാന കാര്യമാരിയാക്കി കൊണ്ട് നടക്കുന്നത്. എവിടെങ്കിലും ഒന്ന് പിടിച്ചു കയറാൻ പുതിയൊരു അവതാരത്തെയാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്, ഹാരിസ് മദനി. എന്നാ എനക്കൊരു വർത്താനം കേൾക്കണോ? ഈ ഹാരിസ് മദനി എന്നോ കാലത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പൊതുപ്രസംഗത്തിൻ്റെ വേദിയിലുള്ള ആളാണ്. ചാനൽ ചർച്ചയിൽ വരെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഈ ഹാരിസ് മദനി. പുതിയൊരു അവതാരത്തെ ഇറക്കിയതല്ല. എൻ്റെ പേരെന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഞാനൊന്ന് കണ്ടതാണ്. പുതിയതായിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇപ്പം എൻ്റെ ഇത്. അപ്പോൾ ഞങ്ങൾക്ക് ഹാരിസ് മദനി പുതിയതല്ല. ഹാരിസ് മദനി എന്ന് പറഞ്ഞാൽ ഉള്ളാളത്തപ്പാപ്പാൻ്റെ അടുത്ത് പഠിച്ച ആളാണ്. ഈ മദനി ബിരുദം വാങ്ങിക്കുന്ന ഉള്ളാളത്തപ്പാപ്പാൻ്റെ അടുത്ത് നിന്നാണ്. അങ്ങനെ അവിടെ പഠിച്ച ആളാണ്. അന്ന് മുതലേ കാന്തപുരം ഉസ്താദിൻ്റെ സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം സുന്നത്ത് ജമാഅത്ത് നല്ലോണം പ്രസംഗിക്കുന്ന പ്രഭാഷകനാണ്. മാത്രമല്ല ചാനൽ ചർച്ചകളിലൊക്കെ പോയിരുന്ന് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളിൽപ്പെട്ട ഒരാളാണ് ഹാരിസ് മദനി. എൻ്റെ മാതിരി ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളല്ല. ഞാനിപ്പോൾ ഇന്ന് ആണിപ്പോൾ എൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ അതൊന്നും എടുത്തു എന്നുള്ളൂ. എൻ്റെ പേരെന്നെ എനിക്കറിയില്ല, അതിൽ പേരും ഇല്ല. അപ്പോൾ ഹാരിസ് മദനി പുതിയ ഒരാളല്ല എന്നാണ് അറിയിക്കണത്. മനസ്സിലായോ? ഒരു പുതിയ ആളായിട്ട് ഇറക്കിയതുമല്ല. സുന്നത്ത് ജമാഅത്ത് ആരും പറയും, അതെൻ്റെ കീടങ്ങൾ പറയുന്നവർക്കൊക്കെ മറുപടി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഹാരിസ് മദനി വന്ന് വലിയ ചർച്ചയും വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കിയെന്നാണ് ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനത്തെ വിചാരം എത്തിക്കണില്ലേ? അങ്ങനത്തെ ഒരു വിചാരത്തിലേക്ക് എത്തിക്കണോ? അൽഹംദുലില്ലാ, അതന്നെ വലിയ കാര്യമല്ലേ. അപ്പം തന്നെ നിങ്ങൾക്ക് ഹാരിസ് മദനി വന്ന് വിരൽ കൊണ്ട് നിങ്ങൾക്ക് വരച്ചു എന്ന് ഉറപ്പായി. ഒന്നെങ്കിൽ അദ്ദേഹം ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ പ്രഭാഷണം ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞിട്ടും തൻ്റെ ഷെയ്ഖിൻ്റെ കസേര നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞാടായിരിക്കും. ഇതൊന്നും എൻ്റെ ചങ്ങായി എൻ്റെ ലോക്കൽ ആൾക്കാരല്ല. എൻ്റെ ഈ വട്ടൂരി ടീമിനെ പോലത്തെ 2-3 കുട്ടികൾ കടന്നുകൊണ്ട് ചാകണമല്ല. ഇത് വലിയ വലിയ പണ്ഡിതന്മാരാണ്. ഇതിൽ കരുതിയ മാതിരിയല്ല. എനിക്ക് പേരോട് ഉസ്താദിനെ ഗണ്ണിക്കാൻ എന്നൊന്നും പോരാ മോനെ. ഇജ്ജെന്നല്ല, എൻ്റെ ഷെയ്ഖ് നൗഷാദ് ഉണ്ടല്ലോ, ഒരു കാര്യമല്ലോ. നൗഷാദിൻ്റെ പാടം മുട്ടുമടക്കിയാണ്ട് നിൽക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അനക്ക് ആ വിഷയം അത്രേ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഇജ്ജ് വട്ടൂരി നൗഷാദിൻ്റെ ഒപ്പമല്ലേ ഉള്ളത്, അപ്പം എനിക്ക് അങ്ങനെ കഴിയുള്ളൂ. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ വിഭാഗം എങ്ങോട്ടാണ് എത്തി നിൽക്കുന്നത്.
ഒരു മുഅ്മിനിൻ്റെ അടയാളമല്ലേ സത്യം മനസ്സിലാക്കിയാൽ അത് അംഗീകരിക്കുക എന്നുള്ളത്? അത് മുഅ്മിനിൻ്റെ അടയാളമാണ്. സത്യം മനസ്സിലാക്കിയാൽ അത് അംഗീകരിക്കുക എന്നുള്ളതും മുഅ്മിനിൻ്റെ അടയാളമാണ്. സത്യം പറയുക എന്നുള്ളതും അത് മുഅ്മിനെ അപേക്ഷിച്ചിട്ട് നിർബന്ധമായ കാര്യമാണ്. സത്യം പറയണം. വളരെ കൃത്യമായിട്ടല്ലേ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇബ്നു തൈമിയ എന്ന് പറയുന്ന ളാല്ലും മുളില്ലുമായ ആ വഹാബിയെ വെള്ളപൂശുന്നത്? ചോദിക്കട്ടെ, എനിക്കിപ്പോൾ ഇബ്നു തൈമിയ എന്നേ പറ്റി പഠിച്ചത്? എൻ്റെ വർത്താനം കേട്ടിട്ട് തന്നെ ശരി തന്നെ ഉണ്ട്. എവിടുന്ന പറ്റി ഇബ്നു തൈമിയെ പഠിച്ചത്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നൗഷാദ് ഹസനിയുടെ 5 ചോദ്യങ്ങൾക്ക് ആനത്തലയോളം വലിപ്പമുള്ള മറുപടി യാത്രേ നമ്മുടെ ഹാരിസ് മദനി കൊടുത്തിരിക്കുന്നത്. വല്ലാത്ത മറുപടിയാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യമോ അദ്ദേഹത്തിൻ്റെ മറുപടിയൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നൗഷാദ് ചങ്ങായി 5 ചോദ്യമല്ല, ഇനി 200 ചോദ്യം ചോദിച്ചാലും ഇനി 5000 ചോദ്യം ചോദിച്ചാലും ഒരേ ഒറ്റ ചെറിയ മറുപടി കൊണ്ട് ഹാരിസ് മദനിക്കത് കുഴിച്ചു മൂടാൻ സാധിക്കും. ഇത് കരുതിയ ആളല്ല ഹാരിസ് മദനി, എനിക്കറിയോ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരൊറ്റ വീഡിയോ ശകലം നിങ്ങൾക്ക് കേട്ടാൽ ബോധ്യപ്പെടും അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അത് പേരോട് ഉസ്താദിൻ്റെ ചെറിയൊരു ഭാഗം വെച്ചാൽ തന്നെ മനസ്സിലാവും. ആ വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇജ്ജ് പോകല്ലേ, അവിടെ തന്നെ ഇരുന്നുകാണ്ട് കേൾക്കുക എന്താണ് പേരോട് ഉസ്താദ് പറയണെന്നുള്ളത്. വകുപ്പില്ല. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണിത് പറയുന്നത്. ഇബ്നു തൈമിയ്യ നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹത്തിൽ വന്നത് മാറി തൗബ ചെയ്ത് അങ്ങനെ അശ്അരി ത്വരീഖത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബ്നു തൈമിയ്യൻ്റെ ഗ്രന്ഥമെന്നും പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട്, അത് നോക്കി ഇബ്നു തൈമിയ്യ വലിയ ആളാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ആദ്യം പറഞ്ഞത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു, ഇബ്നു തൈമിയ്യൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദറു തആറുൽ അഖ്ലി വൻ നഖ്ലി എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പടച്ചോനിക്ക് എന്താ അനങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ ഇറങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ പോയാൽ, പടച്ചോൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയപ്പെട്ടാണ് ഈ ദറു തആറുൽ അഖ്ലി വൻ നഖ്ലി എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല. അയാളെ കൈപ്പട കണ്ടാൽ നമുക്കൊട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാണ് വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച്, ഒന്നിലങ്ങനെയും കാണുന്നു ഒന്നിലിങ്ങനെയും കാണുന്നു, നമ്മളെന്താ ചെയ്യാൻ? നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ പണ്ട പഠിച്ച ആ ശരി തരീക്കത്ത് തന്നെ അങ്ങ് പോയാച്ചാൽ മതി. നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ശരി തരീക്കത്തുണ്ടല്ലോ, അതിൽ അങ്ങ് പോയാൽ മതി. നമ്മളതിനാണ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോന്ന്? അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നു നമ്മളല്ല, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നു നമ്മളല്ല, അത് അല്ലല്ലേ? നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ എന്തിന് അദ്ദേഹത്തെ പരാമർശിക്കണം? അല്ലാഹു സബീലിഹി, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറയണം അത് തെറ്റാണ്. അത് അദ്ദേഹം പറഞ്ഞാലും തെറ്റ് തന്നെയാണ്, ഇനി ആരും പറഞ്ഞില്ലെങ്കിലും തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണ്. അതാര് പറഞ്ഞു എന്നതല്ല, തെറ്റ് എപ്പോഴും തെറ്റാണ്, ശരി എപ്പോഴും ശരിയാണ്. അയ്യോ, പേരോട് ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾ ശരിക്കും കേട്ടു. ഇജ്ജ് പ്ലേ ചെയ്ത ക്ലിപ്പ് അതിട്ടോ. ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയമാണിപ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞ് പ്ലേ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇനി എനക്ക് എന്തായാലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നിട്ട് നൗഷാദിൻ്റെ ഒന്ന് കേൾക്കേ. ഏതായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇബ്നു തൈമിയ്യ വലിയ പണ്ഡിതനാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടത്രേ. പറഞ്ഞിട്ടുണ്ടത്രേന്നല്ല, പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനിൻ്റെ കിതാബ് നോക്കണം. അതിനു പുറമെ അദ്ദേഹം തൗബ ചെയ്തിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് ചില ആശയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിൽ ശിക്ഷ നൽകപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ചു മടങ്ങി. ഫസക്കനൽ ഹാൽ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാം അതൊക്കെ കെട്ടടങ്ങി. അദ്ദേഹം എന്താണ് തൗബ ചെയ്തു മടങ്ങി. അദ്ദേഹം
എന്താണ് ഒരു അശ്അരി മാർഗം സ്വീകരിച്ച ആളാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടാണ് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ കിതാബുകൾ എടുത്തു കൊണ്ടുവന്ന് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വാദത്തിലേക്ക് ക്ഷണിച്ചാൽ അത് അംഗീകരിക്കപ്പെടാനോ ഒന്നും പാടില്ല. അത് എന്താണ്, തള്ളപ്പെടേണ്ടതാണ്, വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത്. ഇബ്നു തൈമിയ്യ ഇപ്പോൾ ആരാണ്? അശ്അരി മാർഗം സ്വീകരിച്ച ആളാണ്. ഇതാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തിക്കെട്ടി ഈ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന പച്ച വഹാബിയെ വെള്ളപൂശി എന്ന് ഞങ്ങൾ പറയുന്നത്. ഈ പൊട്ടൻ എന്താ പറയണെന്ന് ഓൻ എന്നെ പിടുത്തം കിട്ടണില്ല. ഇബ്നു തൈമിയ്യ അശ്അരി തരീഖത്ത് സ്വീകരിക്കലോടുകൂടെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്ത് ചെയ്തു? താഴ്ത്തി കെട്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവൻ പറയുന്നത് ഇവൻ എന്തത്തെ പിടുത്തം കിട്ടുന്നുണ്ടോ? അല്ലാഹു അഅലം. ഏതായാലും ഞാൻ ഇവൻ്റെ വീഡിയോ യൂട്യൂബിൽ വന്നത് ഒന്ന് ചില ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടാ കേട്ടോ. അല്ല അപ്പോൾ ഇവനെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് പൊട്ടത്തരം വിളിച്ചെണ്ണം കൊണ്ട് എടുക്കേണ്ട ചെറിയിട്ട് അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാ. അതുകൊണ്ട് ഹാരിസ് മദനിയോട് നിഷ്പക്ഷമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ളത്, നന്നായി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് കേൾക്കണം എന്ന് മാത്രമാണ്. ഹാരിസ് മദനിയോട് പേരോട് ഉസ്താദിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് പോയിട്ട് നല്ലോണം കേൾക്കണമെന്ന്. അവിടെ പൊട്ടാജ് നൗഷാദിൻ്റെ കേട്ടോക്കാം. ഇനി നൗഷാദ് പറയുന്നത് അതൊന്ന് കേട്ടോക്ക്. എന്നിട്ട് അതിന് ശേഷം പമ്പേസിൻ്റെ മുമ്പ് അതൊന്ന് കേട്ടോക്കാം. അപ്പം എനിക്കൊന്നും കൂടിയും ബോധ്യപ്പെടും. ഇബ്നു തൈമിയ്യ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായിരുന്നു, സംശയം അതിലില്ല. അദ്ദേഹത്തിൻ്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. പക്ഷേ ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാവരും അദ്ദേഹം ഒരു വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഗണ്ണിച്ചത്. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യന്റെ ഇൽമൊക്കെ പാട് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല. കാരണം ആ ജാതി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. ഇബ്നു തൈമിയ്യക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആഴമുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരമുണ്ട്. ഇബ്നു തൈമിയ്യ എന്ന് പറയപ്പെട്ട ആ വ്യക്തി ആ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴങ്ങളും വിശാലതയും പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. അയാൾക്ക് വിവരമില്ലാന്ന് ആരും പറയില്ല, അത്രയും വലിയ പാണ്ഡിത്യമുണ്ട്. അയാളൊരു പുത്തൻവാദി എന്നുള്ള ലിസ്റ്റിലല്ല, അയാളൊരു മുജറദൻ ഫഖീഹ്. ആ കാലഘട്ടത്തിൽ മുഹയ്യിസുന്ന എന്ന പേര് പല ആൾക്കാർ നൽകിയ ആളാണ് അയാൾ. അന്ന് എത്ര ഗ്രന്ഥങ്ങളാണ് അയാൾ രചിച്ചിട്ടുള്ളത്, നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. അയാളെ ദർസിലുള്ള ശിഷ്യന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരയാക്കും. വലിയ വലിയ ദർസുകൾ, കുഴപ്പമൊന്നുമില്ല. ഔലിയാക്കൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇബ്നു തൈമിയ്യ പറഞ്ഞു അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അയാൾ കിതാബ് എഴുതി റദ്ദു അല ഷാദുലി, ഷാദുലി ഇമാമിനെതിൽ ഖണ്ഡനം. ആര്? അന്നത്തെ വലിയൊരു പണ്ഡിതൻ. അയാൾ വഹാബി അല്ല, കാരണം ഞാൻ പറഞ്ഞില്ല അന്ന് വഹാബിസം എന്നത് ഉണ്ടായിട്ടില്ല. കേട്ടില്ലേ മൊയ്ന്ത് മൂലരെ? ഇബ്നു തൈമിയ്യയെ മഹത്വവൽക്കരിച്ചത് ആരാണ്? ഒന്ന് നൗഷാദും പമ്പൈസുമാണ് അല്ലേ? അന്നത്തെ മുഹയ്യിസുന്നയായിരുന്നു ഇബ്നു തൈമിയ്യ. അന്ന് വഹാബി ആശയം അല്ല ഇബ്നു തൈമിയ്യ പരത്തിയത്. എന്തൊക്കെ ഇവൻ പറയണത് ഇതൊന്നും വെച്ച് കണ്ടിട്ടില്ലേ? എന്നിട്ട് പേരോട് ഉസ്താദിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ ആയിട്ട് വന്നിട്ട് അതിലൊന്നുമില്ല. മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിലൊന്നും ഒരു വഹാബിസമോ അതല്ലെങ്കിൽ ഇബ്നു തൈമിയ്യയെ പിന്തുടരാൻ പറ്റുന്ന ആളാണ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ മൂടി വെക്കുക. പോടാ അവിടുന്ന്.